ഹായ് മാന്യ സുഹൃത്തുക്കളെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് പറയുമ്പോൾ ഇത് വഴുതനയാണ്. വഴുതന ഈ ഗ്രോ ബാഗിൽ ഞാൻ പിടിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം വഴുതന നമ്മുടെ കേരളത്തിലെ തനതായ ഒരു കൃഷി പച്ചക്കറിയാണ്. അതുപോലെ തന്നെ വഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ദീർഘകാല വിളയാണ്. ദീർഘകാല വിള എന്ന് പറയുമ്പോൾ നല്ലവണ്ണം പരിചരിക്കുകയാണെങ്കിൽ ഒരു 3 വർഷം വരെ നമുക്ക് സ്ഥിരമായി പച്ചക്കറി തരുന്ന ഒരു വിളയാണ് വഴുതന എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ വഴുതന ചെയ്തത് ഇതേപോലെയുള്ള ഒരു പേപ്പർ കപ്പിനകത്ത് 2 അരി ഇട്ട് അത് കിളിപ്പിച്ചാണിത്. ആ 2 അരി ഇട്ട് കിളിപ്പിച്ചു, അതാണ് ഇടുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നടുന്ന പിറ്റേ ദിവസം തന്നെ ഇത് വളർച്ച ആരംഭിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിന് ഈ ഗ്രോ ബാഗിനകത്ത് ഞാൻ ചെയ്യുന്നത്, ഈ ഗ്രോ ബാഗിൽ കുറച്ച് കരിയില, ഇത് കരിയിലയാണ്, നനഞ്ഞ കരിയില ഗ്രോ ബാഗിനകത്ത് ഞാനിട്ടു. കാരണം ഇതേപോലെ ഇട്ട് കുറച്ച് കരിയില ഇട്ടു. കുറച്ച് കരിയില ഇട്ടതിന് ശേഷം ഇത് വെറും മണ്ണാണ്. ഇതിനകത്ത് കുറച്ച് വെറും മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വളമൊന്നും കൂട്ടി ഇളക്കിയിട്ടില്ല, വെറും മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. വെറും മണ്ണ് ഇട്ട് കൊടുക്കും. ഇനിയും ചെയ്യുന്നത്, ബാലൻസ് വന്ന ഈ മണ്ണകത്ത് എല്ലുപൊടിയും വേപ്പിൻ്റെ മണ്ണാക്കും, വേറൊന്നും ഇടുന്നില്ല, എല്ലുപൊടിയും വേപ്പിൻ്റെ മണ്ണാക്കൂടെ ഇടുകയാണ്. കുറച്ച് എല്ലുപൊടി ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ മണ്ണാക്കൂടെ ഇട്ടു. ഇത് രണ്ടും കൂടെ ഇനിയും കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. കൂട്ടി യോജിച്ച ശേഷം നമ്മൾ കിളിച്ച് നിൽക്കുന്ന ഈ വഴുതന എടുത്തിട്ട് ഈ പേപ്പർ ഗ്ലാസ് തണ്ട് ഇതേപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. നനഞ്ഞിരിക്കുക വേണ്ട ഒരു പ്രയാസവുമില്ല. തണ്ട വേറൊന്നും പോയിട്ടില്ല. ഇതേപോലെ നമ്മൾ പൊട്ടിച്ചെടുത്ത് ഇത് പതുക്കെ ഇതിനകത്തോട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വളവുമായിട്ട് കൂട്ടി ഇളക്ക മണ്ണ് വീണ്ടും ഇതിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഈ വളം നമ്മൾ ഇട്ട് കൊടുക്കും. ഇനിയും ചെയ്യണം. വളം ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഈ ബാലൻസ് വന്ന ഈ കരിയില, ഈ അധികം വന്ന കരിയില കൂടി നമുക്ക് ഇതിലൊന്ന് എത്തി കൊടുക്കണം. കാരണം ഇപ്പം നല്ല മഴയായതുകൊണ്ട് വെള്ളം നേരിട്ട് ഇതിനകത്ത് വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത വളം അത് മണ്ണിലൂടെ ഇത് ഒലിച്ചങ്ങ് പോകും. അത് തടയാനും ഒപ്പം പിന്നെ നേരിട്ട് വെള്ളം ഇതിനകത്ത് വീണ് മണ്ണ് കട്ടിയാവും, നമ്മളിട്ട വളമണ്ണ് കട്ടിയാവും. ഇത് രണ്ടും ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ കരിയില ഇട്ട് കൊടുത്തത്. ഇത്രയാണ് ഇതിൻ്റെ ജോലി എന്ന് വെച്ചാൽ. അപ്പോൾ ഇനി അടുത്ത വളമുണ്ടാവും. ഇത് ഒരില വരുന്നത് നമ്മൾ നോക്കിയിരിക്കും, 1 or 2 ഇല വരുന്നത് നമ്മൾ നോക്കിയിരുന്നതിന് ശേഷം നമ്മൾ അടുത്ത വളമുണ്ട്. ആ അടുത്ത വളം ചെയ്തതും ഇത് പൂക്കളും കായകളും ഒക്കെ ആവുന്നതും വിളവെടുക്കുന്നതുമൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള കൃഷിരീതികൾ നിങ്ങൾക്ക് കാണുന്നതിനും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സമാന ചിന്താഗതിയുള്ളവരിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുന്നതിനും ഒക്കെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഞാനിടുന്ന വീഡിയോകളെല്ലാം കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യബന്ധുക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.